പാതിവില തട്ടിപ്പ് കേസിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും തട്ടിപ്പ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പണം വാങ്ങിയെന്ന പരാതിയുമായി ചിറ്റൂർ മണ്ഡലത്തിലെ വീട്ടമ്മമാരാണ് രംഗത്തെത്തിയത്. സംഭവത്തിൽ മന്ത്രിയുടെ PAയ്ക്കും പങ്കുള്ളതായ ആരോപണം. ആദ്യം പ്രതികരണത്തിലേക്ക്. മന്ത്രി ഓഫീസിൽ ഞങ്ങളെ വിളിച്ചിട്ട് ഇന്ന പോലെ ഒരു പദ്ധതി ഉണ്ട്, നിങ്ങൾ ചേരുകയും പറഞ്ഞു. 320 റുപ്യ ആദ്യം കെട്ടിയിട്ട് ചേരാൻ പറഞ്ഞു. അപ്പോൾ അത് കെട്ടിയ എല്ലാം ഇപ്പോൾ ആദ്യം സ്കൂട്ടി കൊടുക്കുന്നുണ്ട്, പിന്നെ ലാപ്ടോപ്പ്, തയ്യൽ മെഷീന്, ഗ്രൈൻഡർ, പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സകല സാധനങ്ങളും 20,000 റുപ്യൻ്റെ വിലയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 കൊടുത്താൽ മതി. അപ്പോൾ അതേപോലെ ഓരോ വണ്ടിൻ്റെ ഞങ്ങൾ 60,000 കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ അവർ എല്ലാം കൂടി ചെയ്തു തരാമെന്ന് പറഞ്ഞത് ഞങ്ങൾ മന്ത്രി ഓഫീസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് പോയി. അതായത് ഗവൺമെൻറ്റിൻ്റെ പരിപാടി പറഞ്ഞിട്ടാണ് ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയത്. ഞങ്ങൾക്കിപ്പോൾ എന്താ പറയുക, എല്ലാവരെയും ആരെയും കുറ്റപ്പെടുത്തണമെന്നില്ല. പക്ഷെ ഞങ്ങൾ പാവങ്ങൾ, ഞങ്ങളുടെ പൈസ എങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. ഇപ്പോൾ എത്രയോ പേർക്ക് മന്ത്രി സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും ഇടപെട്ടിട്ട് ഞങ്ങളുടെ പൈസ എങ്ങനെയെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് മന്ത്രി ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ്. അതെ, ഞങ്ങളുടെ മന്ത്രി ഓഫീസിൽ വെച്ചിട്ട്. അതായത് കൃഷ്ണൻകുട്ടി മന്ത്രി പറഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒരു ചിന്തയും നമുക്ക് പോവില്ലല്ലോ. ഞാൻ എന്താണ് GPay വഴിയാണ് പേ ചെയ്തത്. ഞങ്ങൾ ഗൂഗിൾ പേ GPay ചെയ്തതാണ്. 5,900 സീഡ് സൊസൈറ്റിക്ക് കൊടുത്തു. പിന്നെ 60,000 അതുപോലെ GPay ആണ് ചെയ്തത്. അരുൺ ആലത്തൂരുണ്ട്. അരുൺ, സംസ്ഥാനം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയൊരു തട്ടിപ്പായിട്ട് തന്നെ ഈ പാതിവില തട്ടിപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും തട്ടിപ്പ്. നമ്മളോട് പ്രതികരിക്കുന്നവർ തന്നെ പറയുന്നുണ്ട്, മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് പണം നൽകിയത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഇതിലൊരു പറ്റിപ്പും ഉണ്ടാകില്ല എന്ന്. അങ്ങനെ പണം നൽകിയവരാണ് ഈ ചതിയിൽ പെട്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇതുവരെ 124ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ളത്. ചിറ്റൂർ മണ്ഡലത്തിലെ അമ്മമാരാണ്, സ്ത്രീകളാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുൾപ്പെടെ ഞങ്ങളെ വിളിച്ചറിയിക്കുകയായിരുന്നു ഇത്തരത്തിലൊരു പദ്ധതി ഉണ്ട് എന്നുള്ളത്. ജനതാദളിൻ്റെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയാണ് ഇവരെ വിളിച്ച് ഇത്തരത്തിൽ ഒരു പദ്ധതിയുണ്ട്, അത് സർക്കാർ പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാതി വിലയ്ക്ക് വാഹനമാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലും ഒക്കെ പാതി വിലയ്ക്ക് ലഭിക്കും എന്നാണ് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് ഇവർ മന്ത്രിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്ക് എത്തി അവിടെ നിന്നും പണം കൈമാറിയിരിക്കുന്നത്. ചിലർ ഗൂഗിൾ പേ വഴി, ചിലർ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ചിലർ കയ്യിൽ നേരിട്ട് പണം കൊടുത്തിരിക്കുക, ഇങ്ങനെയാണ് പണം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ പണം നഷ്ടമായി എന്ന് അറിഞ്ഞതോടുകൂടെ തന്നെ ഇവർ മന്ത്രിയുടെ PA ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടുണ്ടായി. പക്ഷേ ആദ്യം പണം തിരിച്ചു നൽകും എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും പിന്നീട് യാതൊരു മറുപടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും പരാതിയായിട്ട് പറയുന്നത്. മാത്രമല്ല ഇവരിൽ പല ആളുകളും ജനതാദൾ എന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. അത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് അറിയാം, ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ തന്നെ ഒരു മന്ത്രിയുടെ ഓഫീസ് പോലും ഇതിനുവേണ്ടി ദുരുപയോഗം ചെയ്തിരിക്കുന്നു, മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പോലും തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ BJP ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. മന്ത്രിയുടെ PAയ്ക്ക് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ട്, മന്ത്രിക്കും പങ്കുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കണമെന്നുള്ളൊരു ആവശ്യവും ഇതിനോടകം തന്നെ ഉയരുന്ന സാഹചര്യമുണ്ട്. ഈ പ്രതികരണം നൽകിയിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസിൽ പരാതി നൽകിയ വേളയിൽ ഇവരാരും മന്ത്രിയുടെ പേരോ മറ്റു കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ഇവർ പരാതി നൽകിയത് ഈ ജനതാദളിൻ്റെ പഞ്ചായത്ത് അംഗം തന്നെയാണ് ഇവരോട് പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജനതാദളിൻ്റെ ആളുകൾ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് നടന്നത് എന്നുള്ള കാര്യം ബോധപൂർവം ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും പലരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി പുറത്തു പറയാൻ പോലും ഭയക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം വലിയ മന്ത്രിക്കെതിരെയോ മറ്റോ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നത്, തങ്ങളുടെ പണം നഷ്ടമായത് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. മാത്രമല്ല ചിലർ തങ്ങളെ ഭീഷണിപ്പെടുത്തിയതായിട്ടും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോഴേതായാലും ഈ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്ന ആളുകൾ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നു. മേഖലയിലാകെ 400-ലേറെ ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പഞ്ചായത്തിൽ മാത്രം 40ഓളം ആളുകൾക്കാണ് ഈ പണം നഷ്ടമായിരിക്കുന്നത്. അതിൽ ഏതാനും ആളുകളാണ് തങ്ങൾക്ക് ഈ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് പണം നൽകിയതെന്നും സർക്കാർ പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്നും മാത്രമല്ല മന്ത്രി കൃഷ്ണൻകുട്ടിയിലുള്ള വിശ്വാസത്തിലാണ് തങ്ങൾ പണം നൽകിയത്. ഇനി തങ്ങളുടെ പണം, വാഹനം ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ പണമെങ്കിലും തിരികെ നൽകണം എന്നുള്ള പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്. മന്ത്രിയെ വിശ്വസിച്ചുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് തങ്ങൾ പണം നൽകിയത്.
ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ്, അത് എങ്ങനെയെങ്കിലും ഇടപെട്ട് തങ്ങൾക്ക് തിരിച്ചു തരാനുള്ള നടപടികൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ എടുക്കണമെന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഈ പാവങ്ങളുടെ പൈസ തിരികെ കൊടുക്കുകയാണ് വേണ്ടത്. കാരണം അവർ പറയുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടും പൈസ ഉണ്ടാക്കിയും സ്വരൂപിച്ചും എടുത്തുമൊക്കെയാണ് ഇങ്ങനെ പണം അടച്ചതെന്ന്. എന്തായാലും അതിലൊരു നടപടി എത്രയും വേഗം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.